ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. ഇന്ന് നമുക്ക് ടെലിസ്കോപ്പുകളുണ്ട്, ബഹിരാകാശത്തേക്ക് പോകാൻ വരെ പറ്റും. പക്ഷെ ഇതൊന്നുമില്ലാതിരുന്നൊരു കാലം, പുരാതന കാലം. അന്ന് മനുഷ്യർ ആകാശത്തേക്ക് നോക്കിയിട്ട് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവരെങ്ങനെയായിരിക്കും മനസ്സിലാക്കിയത്? ആ ഒരു അത്ഭുതകരമായ കണ്ടെത്തലിന്റെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏറ്റവും സാധാരണയായി കേൾക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? കൊളംബസ് കപ്പൽ യാത്ര ചെയ്യുന്നതിനു മുൻപ് ലോകത്തുള്ള എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നല്ലേ? സ്കൂളിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചത്. പക്ഷേ അതൊരു കെട്ടുകഥയാണെങ്കിലോ? സത്യം പറഞ്ഞാൽ അതങ്ങനെയല്ല. സത്യം അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. വിദ്യാസമ്പന്നരായ ആളുകൾക്ക്, അതായത് ചിന്തകർക്കും ശാസ്ത്രജ്ഞർക്കുമൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു ഭൂമി ഉരുണ്ടതാണെന്ന്. സാധാരണക്കാർ ചിലപ്പോൾ പലതും വിശ്വസിച്ചിട്ടുണ്ടാവാം, പക്ഷേ അറിവുള്ളവർക്ക് ഉറപ്പായിരുന്നു. അവർക്കതെങ്ങനെ മനസ്സിലായി? അതാണ് ശരിക്കും അതിശയിപ്പിക്കുന്ന കഥ. നമുക്കതിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു കോസ്മിക് ഡിറ്റക്റ്റീവ് സ്റ്റോറിയുടെ ആദ്യത്തെ അധ്യായം തുടങ്ങാണ്. ഒന്നോർത്തു നോക്കൂ, ഇന്നത്തെ പോലെ ടെലിസ്കോപ്പുകളില്ല, സാറ്റലൈറ്റുകളില്ല, ബഹിരാകാശത്തുനിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. എന്നിട്ടും അവർക്കെങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റി ഭൂമി ഉരുണ്ടതാണെന്ന്? ശരിക്കും അത്ഭുതം തന്നെ, അല്ലേ? അപ്പോ ഇതിന്റെ തുടക്കം ഒരു സയന്റിഫിക് ഒബ്സർവേഷനിൽ നിന്നല്ലായിരുന്നു എന്നതാണ് രസം. അത് വന്നത് ഒരു ഫിലോസഫിയിൽ നിന്നാണ്. ഏകദേശം 2500 വർഷം മുമ്പ് പൈത്തഗോറസ് എന്ന് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തെപ്പോലുള്ള ചിന്തകർക്ക് ഗോളം, അതായത് സ്ഫിയർ, അതായിരുന്നു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപം. ഗണിതശാസ്ത്രപരമായി ഏറ്റവും മനോഹരമായ ഒരു ദൈവിക രൂപം. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ നമ്മുടെ ഭൂമിക്ക് അങ്ങനൊരു പെർഫെക്റ്റ് രൂപം തന്നെയല്ലേ വേണ്ടത്? ഇതായിരുന്നു അവരുടെ ലോജിക്. പക്ഷെ വെറുതെ ചിന്തിച്ചാൽ മാത്രം മതിയോ? പോരല്ലോ, തെളിവ് വേണ്ടേ? അവിടെയാണ് അരിസ്റ്റോട്ടലിന്റെ വരവ്. അദ്ദേഹം വെറും ചിന്തയിൽ മാത്രം ഒതുങ്ങിയില്ല. ഒരു യഥാർത്ഥ കോസ്മിക് ഡിറ്റക്റ്റീവിനെ പോലെ അദ്ദേഹം ആകാശത്തേക്ക് നോക്കി കൺമുന്നിൽ കാണുന്ന തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. അരിസ്റ്റോട്ടലിന്റെ തെളിവുകൾ ശരിക്കും ബ്രില്യന്റ് ആയിരുന്നു. അതും വളരെ സിമ്പിൾ. ഒന്നാമത്തേത് ചന്ദ്രഗ്രഹണം. ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാല് ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ വീഴുന്നതാണല്ലോ. അദ്ദേഹം ശ്രദ്ധിച്ചു, എപ്പോ ഗ്രഹണം നടന്നാലും ആ നിഴൽ എപ്പോഴും ഒരു വട്ടത്തിലായിരിക്കും. ഭൂമി പരന്നൊരു പ്ലേറ്റ് പോലെയാണെങ്കിൽ ചില ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ആ നിഴല് ഒരു വര പോലെ കാണേണ്ടതല്ലേ? പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല, എപ്പോഴും വട്ടം. രണ്ടാമത്തെ തെളിവ് അതിലും രസമാണ്. ആളുകൾ കപ്പലിൽ തെക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ വടക്ക് കാണുന്ന ധ്രുവനക്ഷത്രം പതിയെ താഴ്ന്നു താഴ്ന്നു പോകും. അതേസമയം തെക്ക് പുതിയ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉദിച്ചു വരുന്നതും കാണാം. ഇതൊരു ഉരുണ്ട പ്രതലത്തിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. എന്തൊരു നിരീക്ഷണം, അല്ലേ? ഓക്കെ, അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് ഉറപ്പായി. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, അല്ലേ? ശരി, ഇത് ഉരുണ്ടതാണ്, പക്ഷേ ഇതെത്ര വലുതാണ്? ഇതിന്റെ ചുറ്റളവ് എത്രയാണ്? ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു ഗ്രഹത്തെ മുഴുവനായിട്ട് എങ്ങനെ അളക്കാൻ പറ്റും? അതായിരുന്നു അടുത്ത വലിയ വെല്ലുവിളി. ഇവിടെയാണ് നമ്മുടെ കഥയിലേക്ക് ഇറാത്തോസ്തനീസ് എന്നൊരു ജീനിയസ് വരുന്നത്. അദ്ദേഹം വെറും ഒരു ലൈബ്രേറിയൻ എന്നൊക്കെ പറയുമ്പം നമ്മൾ ചെറുതായി കാണരുത്. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അറിവിന്റെ കേന്ദ്രമായിരുന്നു അലക്സാൻഡ്രിയയിലെ ലൈബ്രറി. അതിന്റെ തലവനായിരുന്നു അദ്ദേഹം. അപ്പ കയ്യിലുള്ള അറിവ് വെച്ച് അദ്ദേഹം ഒരു കിടിലൻ പ്ലാൻ തയ്യാറാക്കി. അദ്ദേഹത്തിന്റെ പ്ലാനിന്റെ ഭംഗി എന്ന് പറയുന്നത് അതിന്റെ സിംപ്ലിസിറ്റിയാണ്. കേട്ടുനോക്കൂ. അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. വർഷത്തിൽ ഒരു പ്രത്യേക ദിവസം ഉച്ചയ്ക്ക് സയൻ എന്നൊരു സ്ഥലത്തെ കിണറ്റിലേക്ക് നോക്കിയാൽ സൂര്യരശ്മി നേരെ താഴെ തട്ടും. അതായത് ഒരു തരി പോലും നിഴലുണ്ടാവില്ല. അദ്ദേഹം എന്തു ചെയ്തെന്നോ? അതേ ദിവസം അതേ സമയം കുറച്ചുകൂടി വടക്കുള്ള അലക്സാൻഡ്രിയയിൽ ഒരു വടി നാട്ടി നിർത്തിയിട്ട് അതിന്റെ നിഴലളന്നു. എന്നിട്ട് ഈ രണ്ട് നഗരങ്ങൾ തമ്മിലുള്ള ദൂരവും ഈ നിഴലുണ്ടാക്കുന്ന കോണും മാത്രം വെച്ചിട്ട് സിമ്പിൾ ജോമെട്രി ഉപയോഗിച്ച് ഭൂമിയുടെ മുഴുവൻ ചുറ്റളവും അദ്ദേഹം കണക്കുകൂട്ടി. എന്തൊരു ബുദ്ധി! വിശ്വസിക്കാൻ പറ്റുമോ? അദ്ദേഹം കണ്ടെത്തിയ ആ കണക്കില്ലേ, അത് ഇന്നത്തെ ആധുനിക ഉപകരണങ്ങൾ വെച്ച് നമ്മൾ കണ്ടെത്തിയ യഥാർത്ഥ അളവിനോട് ഏതാണ്ട് തൊട്ടടുത്താണ്. വെറും കുറച്ച് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രം. ഓർക്കണം, ഇത് 2000-ലധികം വർഷം മുൻപാണ്. കമ്പ്യൂട്ടറില്ല, സാറ്റലൈറ്റില്ല, ഒന്നുമില്ലാത്ത കാലത്ത്. മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ ഒരു അസാമാന്യ വിജയമായിരുന്നില്ലേ അത്? അപ്പോ ഭൂമിയുടെ ഷേപ്പ് മനസ്സിലായി, അതിന്റെ സൈസും ഏകദേശം മനസ്സിലായി. ഇനി വരാൻ പോകുന്നത് അതിലും വലിയൊരു ചോദ്യമാണ്, ഒരു വലിയ സംവാദം. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം? നമ്മൾ നിൽക്കുന്ന ഭൂമിയാണോ അതോ ആകാശത്ത് കാണുന്ന സൂര്യനാണോ? ഈ ഒരൊറ്റ ചോദ്യം അടുത്ത 2000 വർഷത്തേക്ക് ജ്യോതിശാസ്ത്രത്തിന്റെ ഗതി നിർണയിച്ചത് ഈ ചോദ്യമാണ്. ഇവിടെയാണ് അരിസ്റ്റോർക്കസ് എന്നു പേരുള്ള ഒരാള് ശരിക്കും വിപ്ലവകരമായ ഒരു ഐഡിയയുമായി വരുന്നത്.
അന്നത്തെ കാലത്ത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നത് ഒരു ചോദ്യം പോലും ഇല്ലാത്ത സത്യമായിരുന്നു. എല്ലാവരും അത് അംഗീകരിച്ചിരുന്നു, ഒരുപക്ഷെ ഒരു വിശ്വാസം പോലെ. ആ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത്, ഒരു മിനിറ്റ്, ഒരുപക്ഷെ നമ്മളെല്ലാവരും സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണെങ്കിലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ കാലത്തത് പറയാൻ എന്ത് ധൈര്യം വേണം? അപ്പോ അരിസ്റ്റാർക്കിസ് പറഞ്ഞത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു വഴിയുണ്ടായിരുന്നു. അതിനെയാണ് സ്റ്റെല്ലാർ പാരലാക്സ് എന്ന് പറയുന്നത്. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. നിങ്ങൾ കാറിലോ ട്രെയിനിലോ പോകുമ്പം ശ്രദ്ധിച്ചിട്ടില്ലേ, അടുത്തുള്ള മരങ്ങളൊക്കെ ഭയങ്കര വേഗത്തിൽ പിന്നോട്ടു പോകും. പക്ഷേ ദൂരെ കാണുന്ന മലയുണ്ടല്ലോ, അതേതാണ്ട് അവിടെ തന്നെ നിൽക്കുന്ന പോലെ തോന്നും. ഇതാണ് പാരലാക്സ്. ഇതേ ലോജിക് വെച്ച് ഭൂമി സൂര്യനെ ചുറ്റുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള നക്ഷത്രങ്ങളുടെ സ്ഥാനം ഒരുപാട് ദൂരെയുള്ള നക്ഷത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ മാറുന്നതായി കാണാൻ പറ്റണം. അപ്പോ ടെസ്റ്റ് വളരെ ക്ലിയറാണ്. ഭൂമി സൂര്യന് ചുറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ പാരലാക്സ് കാണണം. ഭൂമി അനങ്ങുന്നില്ലെങ്കിൽ ഒന്നും കാണില്ല. നക്ഷത്രങ്ങളൊക്കെ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. വളരെ സിമ്പിളായൊരു പരീക്ഷണം. അങ്ങനെ പുരാതന നിരീക്ഷകർ ക്ഷമയോടെ രാത്രി മുഴുവൻ ആകാശത്തേക്ക് നോക്കി അളവുകളെടുത്തു. പക്ഷേ അവർക്ക് ഒരു നക്ഷത്രത്തിനും ഈ പറയുന്ന സ്ഥാനമാറ്റം കണ്ടെത്താനേ കഴിഞ്ഞില്ല. ഒന്നും അനങ്ങുന്നില്ല. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ആ സ്ഥാനമാറ്റം അവിടെയുണ്ടായിരുന്നു, പക്ഷേ നക്ഷത്രങ്ങൾ അവർക്ക് സങ്കൽപ്പിക്കാൻ പറ്റുന്നതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് ദൂരെയായിരുന്നു. അതുകൊണ്ട് ആ ചെറിയ മാറ്റം കാണാൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉപകരണങ്ങൾക്ക് പറ്റിയില്ല. അപ്പോ അവരുടെ മുന്നില് രണ്ട് ഉത്തരങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഭൂമി അനങ്ങുന്നില്ല, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ദൂരെയാണ്. അത്രയും വലിയ ഭീമാകാരമായ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് സങ്കൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ അവരുടെ കൺമുന്നിൽ കണ്ട തെളിവിനെ വിശ്വസിച്ചു. പാരലാക്സ് കാണുന്നില്ല, അതിന്റെ അർത്ഥം ഭൂമി ചലിക്കുന്നില്ല. അതായിരുന്നു അവരുടെ ലോജിക്കൽ കൺക്ലൂഷൻ. അങ്ങനെ സൂര്യനാണ് കേന്ദ്രം എന്ന ആ ആശയം തൽക്കാലത്തേക്ക് തള്ളിക്കളഞ്ഞു. പക്ഷെ അവരവിടെ നിർത്തിയില്ല. അതാണ് ശാസ്ത്രത്തിന്റെ ഒരു ഭംഗി. ഒരാശയം വർക്ക് ആവുന്നില്ല എന്ന് കണ്ടാൽ അവിടെ നിർത്തിപ്പോവുകയല്ല അവർ ചെയ്തത്. പകരം അവർക്കറിയാവുന്ന കാര്യങ്ങളെ, അതായത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കൂടുതൽ കൃത്യതയോടെ രേഖപ്പെടുത്താനും പഠിക്കാനും തുടങ്ങി. ഈയൊരു രംഗത്തെ ഒരു ഇതിഹാസമായിരുന്നു ഹിപ്പാർക്കസ്. പുരാതന ലോകം കണ്ട ഏറ്റവും വലിയ ജ്യോതിശാസ്ത്ര നിരീക്ഷകനെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഏകദേശം 850 നക്ഷത്രങ്ങളെ ലിസ്റ്റ് ചെയ്തു. അവയ്ക്ക് കൃത്യമായ കോർഡിനേറ്റ്സ്, അതായത് അഡ്രസ്സ് കൊടുത്തു. നക്ഷത്രങ്ങളുടെ പ്രകാശത്തിനനുസരിച്ച് അവയെ തരംതിരിക്കാൻ ഒരു മാഗ്നിറ്റ്യൂഡ് സിസ്റ്റം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹമുണ്ടാക്കിയ പല ആശയങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്നും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ പ്രിസിഷൻ ആയിരുന്നു. എന്താണിതെന്ന് വെച്ചാൽ, ഒരു പമ്പരം കറങ്ങുമ്പോൾ അതിന്റെ മുകൾ ഭാഗം ചെറുതായൊന്ന് ആടുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഭൂമി കറങ്ങുന്ന ആ അച്ചുതണ്ടും വളരെ പതുക്കെയൊന്ന് ആടുന്നുണ്ട്. ഒരു തവണ മുഴുവനായി ആടിത്തീരാൻ എത്ര സമയമെടുക്കുമെന്നോ? 26,000 വർഷം. ആലോചിച്ചു നോക്കൂ. പണ്ടുള്ളവരുടെ രേഖകളും തന്റെ നിരീക്ഷണങ്ങളും തമ്മിൽ താരതമ്യം ചെയ്താണ് അദ്ദേഹം ഈ ഒരു ചെറിയ മാറ്റം കണ്ടെത്തിയത്. ശരി, ഇനി നമ്മൾ പുരാതന ജ്യോതിശാസ്ത്രത്തിന്റെ അവസാനത്തെ പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ടോളമിയുടെ ക്ലോക്ക് വർക്ക് പ്രപഞ്ചം. ഏതാണ്ട് 1500 വർഷത്തോളം ലോകം മുഴുവൻ വിശ്വസിച്ച ഒരു പ്രപഞ്ച മാതൃക. അപ്പോ ഭൂമിയാണ് കേന്ദ്രമെന്ന് വിശ്വസിച്ചിരുന്ന ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ തലവേദനയുണ്ടായിരുന്നു. അതെന്താണെന്നോ? ഈ ഗ്രഹങ്ങളുടെ ഒരു വിചിത്രമായ സഞ്ചാരം. ചൊവ്വയെപ്പോലുള്ള ഗ്രഹങ്ങൾ ആകാശത്തുകൂടി ഇങ്ങനെ മുന്നോട്ടു പോകും, എന്നിട്ട് പെട്ടെന്ന് നിൽക്കും, എന്നിട്ട് കുറച്ചുനാൾ പിന്നോട്ടു പോകും, അതിനുശേഷം വീണ്ടും പഴയതുപോലെ മുന്നോട്ടു പോകും. ഈ പിന്നോട്ടുള്ള പോക്കിനെ, അതായത് റിട്രോഗ്രേഡ് മോഷനെ എങ്ങനെ വിശദീകരിക്കും? അതായിരുന്നു ഏറ്റവും വലിയ പസിൽ. ഈയൊരു വലിയ പ്രശ്നം പരിഹരിക്കാനാണ് ടോളമി തന്റെ ജീനിയസ് മോഡലുമായി വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഓരോ ഗ്രഹവും ഭൂമിയെ ചുറ്റി ഒരു വലിയ വൃത്തത്തിൽ കറങ്ങുന്നു. ഈ പ്രധാനപ്പെട്ട വലിയ വൃത്തത്തിനെ അദ്ദേഹം ഡെഫറന്റ് എന്ന് വിളിച്ചു. പക്ഷേ അതവിടെ തീർന്നില്ല. ഇനിയാണ് ടോളമിയുടെ ബ്രില്യൻസ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഗ്രഹം ഈ വലിയ വൃത്തത്തിൽ വെറുതെ കറങ്ങുകയല്ല, പകരം ആ ഗ്രഹം തന്നെ ഒരു ചെറിയ വൃത്തത്തിൽ കറങ്ങുന്നുണ്ട്. ഈ ചെറിയ വൃത്തത്തിനെ അദ്ദേഹം എപ്പിസൈക്കിൾ എന്ന് വിളിച്ചു. അപ്പൊ സംഭവം എന്താ? ഒരു ചെറിയ വൃത്തം കറങ്ങുന്നു, ആ ചെറിയ വൃത്തം ഒരു വലിയ വൃത്തത്തിലൂടെയും കറങ്ങുന്നു. വൃത്തത്തിനുള്ളിലെ വൃത്തം. ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് ഗ്രഹങ്ങളുടെ ആ പിന്നോട്ടുള്ള ചലനമുണ്ടല്ലോ, അത് കൃത്യമായി പ്രവചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ സങ്കീർണമായ സിസ്റ്റം അദ്ദേഹം അൽമജസ്റ്റ് എന്ന തന്റെ പുസ്തകത്തിൽ വിശദമായി എഴുതിവെച്ചു. ഇതിന്റെ ഏറ്റവും വലിയ വിജയം എന്തായിരുന്നെന്നോ? ഇത് വർക്ക് ചെയ്തു.
ഇത് ഉപയോഗിച്ച് ഗ്രഹങ്ങൾ അടുത്ത മാസം എവിടെയായിരിക്കും, അടുത്ത വർഷം എവിടെയായിരിക്കും എന്നൊക്കെ വളരെ കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞു. അവരുടെ നിരീക്ഷണങ്ങളുമായി അത്രയ്ക്ക് ചേർച്ചയുണ്ടായിരുന്നതുകൊണ്ടാണ് ഈ സിദ്ധാന്തം അടുത്ത 1400-ലധികം വർഷത്തേക്ക് ജ്യോതിശാസ്ത്രത്തിലെ അവസാന വാക്കായി നിലനിന്നത്. അപ്പോ ഇതാണ് ഏറ്റവും രസകരമായ ചോദ്യം. ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ പക്ഷെ തെറ്റായൊരു സിദ്ധാന്തമായിരുന്നു ഇത്. ഒരു മോഡൽ അടിസ്ഥാനപരമായി തെറ്റായിരുന്നിട്ടും എങ്ങനെയാണ് അതിന് ഇത്രയും കാലം ഇത്ര കൃത്യമായ പ്രവചനങ്ങൾ നടത്താൻ കഴിഞ്ഞത്? ഒരുപക്ഷേ ഇത് ശാസ്ത്രത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ചിലപ്പോൾ ശരിയായ ഉത്തരം കിട്ടുന്നതിനേക്കാൾ പ്രധാനം കൂടുതൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ടാക്കുന്നതാണ്. നിങ്ങളിതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്?